പ്രിൻ്റുവെൽ ഓഫ്സെറ്റ് പ്രിൻറ്റേഴ്സ്, കോട്ടയിൽ റോഡ്, കുന്നംകുളം. ഇത് ടൈലറിങ് മെഷീനാണ്. ഇത് ഈ ബില്ലുകളൊക്കെ കയറിയെടുക്കാൻ വേണ്ടിയിട്ട് പെർഫറേഷൻ ആവശ്യത്തിന് ഉപയോഗിക്കും. കൂടാതെ വീട്ടിൽ ചെറിയ ടൈലറിങ്ങും ചെയ്യും. ഇത് കമ്പ്യൂട്ടർ, പിന്നെ പ്രിൻ്റർ, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രിൻ്റർ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മഴയൊക്കെ ഉള്ള കാരണം കമ്പ്യൂട്ടർ മൂടി വെച്ചെടുക്കുകയാണ്. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ മുറ്റത്ത് ഈ പയറൊക്കെ ഞാൻ നട്ടതാണ്. ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് അച്ഛൻ്റെ കുറച്ചെങ്കിലും ഗുണം മോന് കിട്ടുള്ളൂ. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് നിൽക്കുന്നത് ഒരു 5 സെൻറ്റ് സ്ഥലത്താണ്. അതിൻ്റെ ആ സ്ഥലത്തുള്ള ബാക്കിയുള്ള എല്ലാം അച്ഛൻ കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ നേരെ കാണാണ് എൻ്റെ വീട്. വണ്ടിയും നിൽക്കണതാണ് വീട്. എൻ്റെ ഭാര്യയുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്, മോൻ്റെ വണ്ടിയാണ്. ഇനി നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ അകത്തേക്ക് പോവാം. ഇതാണ് എബിടെക് മെഷീൻ എന്ന് പറയും. അമേരിക്കൻ മെയ്ഡാണ്. A3 ഫുൾ സൈസ് അടിക്കാൻ പറ്റുന്ന മെഷീനാണ്. ഒരു മണിക്കൂറിന് ഏകദേശം ശരിക്കും പറയുക 5000 അടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചിലപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ നിർത്തുകയാണെങ്കിൽ ഒരു 4000 നോട്ടീസ് നിർബന്ധമായിട്ടും ഒരു മണിക്കൂറിൽ അടിക്കാൻ പറ്റും. പിന്നെ ഇത് കട്ടിങ് മെഷീൻ, പേപ്പർ പല സൈസിൽ കട്ട് ചെയ്യണ കട്ടിങ് മെഷീൻ. പിന്നെ ഇത് ഈ പാക്ക് ചെയ്തുള്ളത് ഒരു പ്രിൻ്റിംഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് ഈ ചെറിയ നോട്ട്ബുക്കും ബിൽ ബുക്കൊക്കെ സ്റ്റാപ്ലർ ചെയ്യണ മെഷീനാണ്. ഇത് സെൻറ്റർ സ്റ്റാപ്ലർ ചെയ്യാൻ പറ്റുന്ന വലിപ്പമുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്റ്റാപ്ലർ മെഷീൻ വേറുണ്ട് കേട്ടോ. ഇത് മെഷീൻ്റെ റോളർ തുടച്ച് വൃത്തിയിട്ടിരിക്കും. ഇത് മഷി. പിന്നെ ഇതൊക്കെ കല്യാണത്തിൻ്റെ മോഡൽസ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പല വർക്ക്സ് ഉണ്ട്. ഇത് വേറെ ബിടെക് മെഷീനാണ്. ഇത് സ്വല്പം ചെറിയ മെഷീൻ, A3 ഫുൾ സൈസ് പോവില്ല. സൈഡിൽ നിന്ന്, അതായത് A3 കുത്തനെ പോവുകയാണെങ്കിൽ സൈഡിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ A3 പോവുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ട് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോവും. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂറിന് 4000 നോട്ടീസ് അടിക്കാൻ പറ്റുന്ന മെഷീനാണ്. സിംഗിൾ കളർ മെഷീനാണ് കേട്ടോ. ഇത് മെഷീനിൽ അടിക്കണ ഒരു പോളി മാസ്റ്റർ ഉണ്ട്. ഇതാണ് ഈ പോളി മാസ്റ്റർ എന്ന് പറയുന്നത്. അത് അടിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന സാധനം മാറ്റിച്ചത്. മുമ്പ് ഓരോ ഇത് ലെറ്റർ പാഡ് അടിച്ച് ഒരു പോളി മാസ്റ്റർ. പിന്നെ പോളി മാസ്റ്റർ എന്ന് പറയുന്നത് ഇത് പ്ലാസ്റ്റിക്കും അല്ല, കടലാസ് പോലത്തെ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ വേണം, എക്സസറീസും ഒക്കെ വേണം. അതിൻ്റെ ആവശ്യങ്ങൾ വേണം. അപ്പോൾ ഏകദേശം കണ്ട ആ റാക്കിൻ്റെ അടിയിൽ കുറേ പേപ്പറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡും, ഈ ബിൽ ബുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോർഡും, അതുപോലെ അതിൻ്റെ മുകളിൽ വെക്കുന്ന കവർ ചട്ടയ്ക്ക്. പിന്നെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, വെട്ട് ചവറ് എന്നാ പറയുക ഞങ്ങൾ. പേപ്പറിൻ്റെ വേസ്റ്റ് നമുക്ക് കിലോന് അതത് മാർക്കറ്റ് റേറ്റ് സമയത്ത് കിട്ടും, വില കിട്ടും. പ്രസ്സിന് ആവശ്യമുള്ള ഒട്ടുമിക്ക ടൂൾസും എൻ്റെ കയ്യിലുണ്ട്. ഇത് സ്പാനർ സെറ്റാണ്. പിന്നെ എല്ലങ്കി സെറ്റുകളുണ്ട്, അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിലെ സൗകര്യങ്ങൾ.
പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ നമ്പർ ഞാൻ എപ്പോഴും വിസിറ്റിംഗ് കാർഡായിട്ട് എപ്പോഴും ഇടാറുണ്ട്. മെയിനായിട്ട് വൈഫാണിത് നോക്കണത്. അപ്പോൾ നമ്പർ ഒരു പ്രാവശ്യം പറഞ്ഞു തരാം, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. 62 38 68 55 35. ഒന്നും കൂടി പറയാം. 62 38 68 55 35. പ്രിയ എന്നാണ്, പ്രിയ സുഗതൻ വൈഫിൻ്റെ പേര്. പിന്നെ എൻ്റെ നമ്പർ ഇനിയിപ്പോൾ വൈഫിൻ്റെ നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. 2 നമ്പറും വാട്സപ്പ് നമ്പറാണ്. എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. 99 47 26 02 03. അതെല്ലാവർക്കും സുപരിചിതമായ ഒരു നമ്പറാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും എൻ്റെ ഫോൺ നമ്പറിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യണതാണ്. ഇൻഷുറൻസ് 3 ഇൻഷുറൻസ് ഉണ്ട്. ഹെൽത്ത്, പിന്നെ ജനറൽ, ലൈഫൊക്കെ ഞാൻ ചെയ്യും. ഒക്കെ പ്രൈവറ്റ് കമ്പനിയുടെ. ഈ ഹെൽത്ത് സ്റ്റാർ ഹെൽത്തിൻ്റെ, അതുപോലെ ലൈഫ് ഇൻഷുറൻസ് ബിർള സൺ ലൈഫിൻ്റെ, പിന്നെ ജനറൽ ഇൻഷുറൻസ്, വാഹനങ്ങളുടെ ഇൻഷുറൻസ് ICICI ലൊംബാർഡിൻ്റെ ആണ്. പിന്നെ HDFC ഹോം ലോൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷ ഞാൻ ഓടിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. അതുപോലെ പല ചിലപ്പോൾ ബാങ്കിൽ ക്യാഷ് കൊണ്ടിടാൻ പോവും. ചിലപ്പോൾ ചില ആൾക്കാർ ATM കാർഡ് വന്നിട്ട് വിശ്വസ്തയോടു കൂടിയിട്ട് ATM കാർഡ് വന്നിട്ട് നല്ല എമൗണ്ട് തന്നെ എന്നെ കൊണ്ട് പിൻവലിപ്പിച്ച് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഹെൽപ്പ് രൂപത്തിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാറ്. പിന്നെ ഒരാൾ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, വെയിറ്റിംഗ് ഒന്നും പ്രശ്നമില്ലാതെ അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിലാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക. അപ്പോൾ അവരെന്തെങ്കിലും കൂട്ടിത്തരും. നമുക്ക് വാടക പുറമെ വെയിറ്റിംഗ് ചാർജൊന്നും കണക്കാക്കാതെ തരക്കേടില്ലാത്ത നല്ല എമൗണ്ട് തന്നെ തരാറുണ്ട്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇത്രയുമൊക്കെ വർക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുക. പിന്നെ കല്യാണ ബ്രോക്കറുടെ വർക്ക് ഉണ്ട്. ഇതൊക്കെ ഒരേ സമയം ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പണി തന്നെയാണ് സുഗതൻ ചെയ്യണുള്ളൂ. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം വിളിച്ചു. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എൻ്റെ സീനിയർ ഓഫീസർ, എല്ലാ ഏജൻറ്റുമാർക്കും, ഇൻഷുറൻസ് ഏജൻറ്റുമാർക്കും സീനിയർ ഓഫീസർമാരുണ്ടാവും. ഈ LICയിലൊക്കെ ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന് പറയാം. മറ്റുള്ളിടത്തും വേറെ പേരിൽ പറയും. അപ്പോൾ LICയിലെ ഏജൻറ്റ് എന്നാണ് വിളിക്കണമെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഏജൻറ്റിനെ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നാണ് പറയുക. ഒരുവിധമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പറ്റില്ലെങ്കിൽ എൻ്റെ സാറിനോ നമ്പർ കൊടുത്തിട്ട് സാറ് വിളിപ്പിക്കും. ആ സാറ് എൻ്റെ പേരിൽ ഇൻഷുറൻസ് ചെയ്യും. അപ്പോൾ എനിക്കും ഗുണമുണ്ടാവും, എൻ്റെ സാറിനും ഗുണമുണ്ടാവും. പിന്നെ ചില ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്, സുഗതന് ഭയങ്കര കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ഇൻഷുറൻസ് ചേർന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സുഗതനെ കൊണ്ട് നടത്തി കഴിഞ്ഞാൽ ആ പൈസ ചിലപ്പോൾ നഷ്ടപ്പെട്ടെങ്കിലോ എന്നുള്ളൊരു അവിശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുഗതൻ സത്യമായിട്ട് പറയണത്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് വന്നിട്ടുണ്ട്. എൻ്റെ മക്കളും ഞാനും ഭാര്യയും ആത്മഹത്യയുടെ വക്കത്തെത്തിയിട്ടുണ്ട്. കുട്ടികളെയൊക്കെ ഒരു നേരത്ത് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കൊതിച്ചിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുമ്പോൾ ചായക്കൊരു കടി മേടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കടവും ഒക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നാണക്കേടും മാനക്കേടും ഒക്കെ, അപമാനമൊക്കെ സഹിച്ചിട്ടുണ്ട്. പക്ഷേ 1 രൂപ പോലും സുഗതൻ അർഹിക്കാത്തത് ആരെയൊന്നും പറ്റിച്ചിട്ടില്ല.
ഒരു രൂപയുടെ പണി പോലും സെക്കൻഡ്സ് പണി എന്ന് പറയും, നിയമവിരുദ്ധമായ പണി സുഗതൻ ചെയ്തിട്ടില്ല. അത് സുഗതന് നല്ല ഉറപ്പുള്ള കാര്യം, ആരുടെ മുമ്പിലും തെളിയിക്കാൻ പറ്റും. സുഗതൻ ചിലപ്പോൾ കടം മേടിച്ചിട്ടുണ്ടാവാം, ഇപ്പോഴും ചെറിയ രീതിയിൽ കടമുണ്ട്. അവരൊന്നും എന്നോട് ചോദിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ആ കടം ഞാൻ കൊടുക്കാതിരിക്കില്ല. എൻ്റെ കയ്യിൽ ഫണ്ട് വന്നാൽ ആ ഫണ്ട് ഞാൻ ആരൊക്കെ എനിക്ക് കടം തന്നിട്ടുണ്ട് അവർക്ക് ഓർമ്മിച്ചിട്ട് എന്നെ തിരിച്ചു കൊടുക്കാറുണ്ട്. ചില സമയത്ത് എൻ്റെ കയ്യിൽ ചെറിയൊരു എമൗണ്ട് വന്നു, അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഒന്നുകിൽ ഗൂഗിൾ പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ കൊണ്ട് കൊടുത്തിട്ട് അവരെ ഞെട്ടിക്കാറുണ്ട്. അവരൊട്ടും പ്രതീക്ഷിക്കില്ല സുഗതൻ്റെ പൈസ കിട്ടുന്നു, അങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള ഇൻഷുറൻസോ HDFC ഹോം ലോണോ അതുപോലെ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസോ ഒക്കെ എന്നിൽ നിന്ന് ചെയ്താൽ ഞാൻ നിങ്ങളുടെ പൈസ 10 രൂപ പറ്റിക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷൻ ഉണ്ടാവും, അതാണ് എൻ്റെ ലക്ഷ്യം. ഇനി വേറൊരു കാര്യം പറയാം, എനിക്ക് 2 ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. അത് ഗുരുവായൂരുള്ള എൻ്റെ ഒരു സാറും മേഡുണ്ട്, സുനീഷ് സാറെന്ന് പറയാം, സുനീവ് സാറും ഷേന സുനീവ് എന്ന് പറഞ്ഞൊരു മേഡുണ്ട്. അവർ ഈ സബ് ബ്രോക്കറാണ്, മോത്തിലാൽ ഒസ്വാളിൻ്റെ സബ് ബ്രോക്കറാണ്. പിന്നെ റെലിഗയർ സെക്യൂരിറ്റീസിൻ്റെ സബ് ബ്രോക്കറാണ്. ഈ സുനീവേട്ടന് MBA ഉണ്ട്. അതും കൂടാതെ ഷീന മേഡത്തിനും നല്ല തരക്കേടില്ലാത്ത ഡിഗ്രി വിത്ത് BEd ഉണ്ടായിട്ടാണ് ഈ വർക്ക് ചെയ്യണം, സബ് ബ്രോക്കറുടെ വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ ഗുരുവായൂർ ഒരു ഫ്ലാറ്റിൽ ഇരുന്നിട്ട്, അവർ താമസിക്കുന്ന ഫ്ലാറ്റല്ല, വലിയൊരു ഫ്ലാറ്റിൻ്റെ താഴത്ത് ഓഫീസ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ബോർഡ് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലാത്ത കാരണം അവർ അവിടെ ഒരു ബോർഡൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അവർ മുഖേന ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഏത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും എനിക്ക് അവരുടെ സപ്പോർട്ടോടു കൂടി ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല സുഗതൻ പറയണത്. പറ്റുന്നു, കാരണം ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു സബ് ബ്രോക്കർക്ക്, അതായത് ഈ ഷെയർ മാർക്കറ്റ് അതുപോലെ കമ്മോഡിറ്റീസ് ഷെയർ മാർക്കറ്റൊക്കെ അവർ ചെയ്യണതാണ്. അപ്പോൾ അവർ മുഖേന ഈ ലോകത്തുള്ള എന്ത് ഫിനാൻഷ്യൽ ഇടപാടിനും നമുക്ക് പണം നഷ്ടപ്പെടാത്ത ഫണ്ടുകളിൽ, എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന സുരക്ഷിതമായ ഫണ്ടിൽ ഇടാൻ പറ്റും. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സുനീവ് സാറിന് ഷീന മേഡത്തിന് കണക്ട് ചെയ്ത് തരും. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാവും. എന്നെ ഇക്കണ്ട കാലം എൻ്റെ കഷ്ടപ്പാടിൽ ഒരു മോശമായ രീതിയിൽ പോലും ഒരു വാക്കുച്ചരിക്കാതെ കൊണ്ടിടുന്ന സാറ് മേഡാണ് ഈ ഷീന മേഡും സുനീവ് സാറും. പിന്നെ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാറാണ്. 3 സാറുമാരുണ്ട്. ഒന്ന് ബാബുരാജ് സാറ്, ഒന്ന് എന്താ പറയുക വിനോദ് സാറ്, പിന്നെ ഒരു രാജു സാറ്. അവർ മോഡിക്കെയറും ചെയ്യുന്നുണ്ട്. മോഡിക്കെയറിലിപ്പോൾ വലിയ ഇൻസ്പെക്ടേഴ്സാണ്. അവർ 3 ആളും എനിക്ക് ഗുരുനാഥന്മാരെ പോലെയാണ്. ഞാൻ എങ്ങനെയാണ് പറയുക തമാശയ്ക്കൊക്കെ, സോക്രട്ടീസ്, പ്ലാറ്റോ, എസ്താനിയോസ് എന്നാണ് പറയുക. അത്രയ്ക്കറിവും കഴിവുള്ള ആൾക്കാർ. അപ്പോൾ എനിക്കൊരു ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞിട്ട് സുഗത സാറേ ഇങ്ങനെ ഒരു ഇൻഷുറൻസിന് വിളിച്ചിട്ടുണ്ട്, ആളെനൊന്ന് വിളിച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്തിട്ട് പോളിസിയുടെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ട് പോളിസി ആക്കി തരുമെന്ന് ചോദിച്ചാൽ അധികം സമയം തന്നെ നിങ്ങളെ വിളിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പോളിസി ഉണ്ടാക്കി എൻ്റെ പേരിൽ തന്നെ പോളിസി ചെയ്തിട്ട് അതിൻ്റെ കമ്മീഷൻ കിട്ടേണ്ട സമയത്ത് എനിക്ക് കിട്ടും.
അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കസ്റ്റമർ സപ്പോർട്ടില്ലാതെ ഒരു ബിസിനസ്സും ഒരു പണിയും വിജയിക്കില്ല. ഞാനൊക്കെ സ്വന്തമായി ചെയ്യണ വർക്കാണ്. അതായത് സ്വയം തൊഴിലുകളാണ് കംപ്ലീറ്റ് എൻ്റെ. ഞാൻ അതാ വൈഫ് എങ്ങോട്ട് പുറത്തേക്ക് നോക്കിയേ. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അതിൽ വണ്ടി ആൾക്കാർ വാടകയ്ക്ക് വിളിച്ചാൽ മാത്രമേ എനിക്ക് വരുമാനം കിട്ടുള്ളൂ. എൻ്റെ പ്രിൻറ്റിങ് പ്രസ്സിൽ വാടക വിളിച്ചാൽ മാത്രമേ എനിക്ക് വരുമാനം കിട്ടുള്ളൂ. എൻ്റെ ഇൻഷുറൻസ് ഏജൻസികളിൽ എനിക്ക് പോളിസികൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പൊതുജനങ്ങൾ തന്നാൽ മാത്രമേ എനിക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ഒരു ഹോം ലോൺ എടുക്കുകയാണ്, ഒരു HDFC പോലെയുള്ള ഹോം ലോൺ എടുക്കുമ്പോൾ മിനിമം 10 ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു ഡോക്യുമെൻസും അതുപോലെ അതിനുള്ള തിരിച്ചടവിന് പറ്റിയ ആൾക്കാർ വേണം കേട്ടോ. ഈ HDFC ഹോം ലോൺ ആണെങ്കിലും HDFC ബാങ്ക് ആണെങ്കിലും നമുക്ക് ഒരു ബിൽഡിങ് പണിയണം, 100 കോടി വേണം, അതും അത് ചെയ്തു തരും. അതിന് ഉള്ള പക്ക ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 50 ലക്ഷം വേണം, 1 കോടി വേണം, 2 കോടി വേണം, 5 കോടി വേണം. അതൊക്കെ HDFC ഹോം ലോണിൽ കൂടെ അല്ലെങ്കിൽ HDFCയുടെ ബാങ്കിലൂടെ തരാൻ പറ്റും. HDFC ഹോം ലോണിൽ ഞാൻ അംഗമായതുകൊണ്ട് HDFCയുടെ എല്ലാ ബാങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ മുൻപത്തെ സാറ് എന്താ പറയുക, ഇപ്പോൾ വേറെ ബാങ്കിലേക്ക് മാറി. ആ ബാങ്കിലത്തെ ലോണും കാര്യങ്ങളും ചെയ്യണതാണ് സാറ്. അപ്പോൾ ആ സാറിനെ കൊണ്ടും എനിക്കത് ചെയ്യിപ്പിക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ എനിക്ക് സാമ്പത്തികമായ ഡെവലപ്മെൻറ്റും സാമൂഹികപരമായ ഡെവലപ്മെൻറ്റും സമ്പത്ത് ഇല്ലാതെ പല സ്ഥലത്തും അല്ല, എൻ്റെ വീട്ടിലായാലും എൻ്റെ സമ്പത്തില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ഭൂമിയുണ്ട്, നല്ല വിലയുള്ള ഭൂമിയുണ്ട്. അതൊന്നും എൻ്റെ അച്ഛൻ്റെ അനുവാദമില്ല, അത് അതിൻ്റെ മുകളിൽ തൊടാൻ പറ്റില്ല. അത് നന്നായി, കുഴപ്പമൊന്നുമില്ല. കാരണം അതൊരു സമ്പാദ്യമായിട്ട് എനിക്ക് വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, എൻ്റെ മക്കൾക്ക് 3 മക്കൾക്ക് അത് ഗുണമാവുമല്ലോ. അപ്പോൾ ഞാൻ തീരെ പിച്ചക്കാരനൊന്നല്ല. ആൾക്കാർ വിചാരിക്കും സുഗതൻ വെറും പിച്ചക്കാരനാണ്. ഒരു പിച്ചക്കാരനല്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും ഉപഭോക്താക്കളുണ്ടായാൽ മാത്രമേ ഞാൻ വിജയിക്കുള്ളൂ. ആ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനായിട്ട് മാത്രം പണം വേണ്ട. പാവപ്പെട്ടവർ ഒരു നേരത്തെ ഫുഡെങ്കിലും കൊടുത്ത് സഹായിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് തീരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന രോഗികൾ, വൃദ്ധർ, അവർക്ക് അനാഥർക്കൊക്കെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ സത്യം ബോധ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ എൻ്റെ സ്വയം തൊഴിലുകളിൽ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് പരമാവധി വർക്ക് തന്ന് സഹായിച്ച് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് സുഗതൻ നിർത്തുകയാണ്. താങ്ക്സ്.